പ്രതികരിക്കാൻ നിർമ്മാതാവ് സജി നന്ദിയാട്ട് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. സജി നന്ദിയാട്ട്, ഇപ്പോൾ പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു സുപ്രീം കോടതി. അതേസമയം വിചാരണയുമായി ബന്ധപ്പെട്ട ചില ആശങ്കകളും അത്ഭുതവും സുപ്രീം കോടതി പങ്കുവയ്ക്കുന്നുണ്ട്. വിചാരണ നടപടികൾ എങ്ങനെ ഇത്ര നാൾ നീണ്ടു എന്നുള്ളത്, അങ്ങനെ നീട്ടുന്നതിൽ പ്രതിഭാഗത്തിന് പങ്കുണ്ട്, ദിലീപിന്റെ അഭിഭാഷകന് പങ്കുണ്ട് എന്നാണ് കോടതിയിൽ സർക്കാർ വാദിച്ചിരുന്നത്. 59 ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ ദിലീപിന്റെ അഭിഭാഷകൻ വിസ്തരിച്ചത്. അതുപോലെ തന്നെ ബാലചന്ദ്രകുമാറിന് 35 ദിവസം, അതിജീവിത 7 ദിവസം, അങ്ങനെ ദിവസങ്ങളോളം വിസ്തരിച്ചുകൊണ്ട് വിചാരണ നീട്ടാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ സർക്കാർ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജാമ്യം നൽകുന്നു, പക്ഷേ കോടതി ചില ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, അത് 109 ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിച്ചതെന്ന് പറയുന്നത്. അതിൽ 90 ദിവസം ദിലീപിന്റെ അഭിഭാഷകനാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിച്ചിരിക്കുന്നത്, അല്ലേ? അതിന് കാരണം കാണുമല്ലോ. കാരണം 1800 പേജല്ലേ. ഈ 1800 പേജ് അങ്ങോട്ട് കൊടുക്കുകയും കുറെ 500 ഡിജിറ്റൽ തെളിവുകൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിനെ ക്രോസ് വിസ്താരം നടത്തേണ്ടതും അത് കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതും അവിടെ വിചാരണ ചെയ്യേണ്ടതും ദിലീപിന്റെ വക്കീലാണ്. ഇത് ചെറിയ കാര്യമല്ലത്, വലിയൊരു കാര്യമാണ്. കാരണം ഒട്ടേറെ കാര്യങ്ങൾ, ഒട്ടേറെ സാക്ഷികളുണ്ട്, 100 കണക്കിന് സാക്ഷികൾ. ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ സമയം സ്വാഭാവികമായി എടുക്കും. അപ്പം അതിജീവന 7 ദിവസം എടുത്തുള്ളൂ. കാരണം എന്താണ്? അതിജീവനയെ ചെയ്തിരിക്കുന്നത് ആരാണ്? പൾസർ സുനിയാണ്. ഇപ്പൊ പൾസർ സുനിക്ക് കോടാനുകോടി രൂപ എവിടുന്ന് ലഭിച്ചു? ഈ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ എത്രയോ പ്രാവശ്യം ഈ ജാമ്യത്തിനായിട്ട് പോയപ്പോ ഈ പണം മുടക്ക് എവിടെ നിന്നാണെന്ന് അന്വേഷിക്കണ്ടേ? അപ്പോ ജാമ്യത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ എന്താണ്? ജാമ്യം അനുവദിക്കാൻ വിചാരണ നീണ്ടു പോകുന്നു. അതിന് പറഞ്ഞ കാരണം എന്താണ്? പൾസർ സുനിയുടെ അഭിഭാഷകൻ പറഞ്ഞ കാരണം ദിലീപിന്റെ അഭിഭാഷകൻ വിചാരണ നീട്ടിക്കൊണ്ട് പോകുന്നു. സർക്കാരിന്റെ അഭിഭാഷകൻ പറഞ്ഞതും സുപ്രീം കോടതി പറഞ്ഞത് തന്നെയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ സംഭവം? ദിലീപുമായിട്ട് എന്തായാലും പൾസർ സുനി കണ്ണും രണ്ട് പാത്രമാണെന്ന് മനസ്സിലായല്ലോ. താങ്കളുടെ ടെലിഫോൺ ലൈനിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ശ്രീ സജി നന്ദിയാട്ട്. താങ്കളിലേക്ക് വരാം, ഒന്ന് കട്ട് ചെയ്ത ശേഷം താങ്കളിലേക്ക് വരാം. ഞാൻ